പാലക്കാട് നിന്ന് വരുന്ന വാർത്ത. അവിടെ വാണിയംകുളത്ത് തെരുവുനായ കടിച്ച് പശു പേവിഷബാധയേറ്റ് ചത്തു. വാണിയംകുളം പനയൂർ സ്വദേശിയായ കോത ദാക്ഷായണി ദമ്പതികളുടെ പശുവാണ് ചത്തത്. ജൂലൈ 27-ന് രാത്രിയാണ് തൊഴുത്തിൽ കയറി തെരുവുനായ പശുവിനെ കടിച്ചത്. പിന്നെ അന്ന് തന്നെ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പം 3 ദിവസം മുമ്പ് തന്നെ വെള്ളം കുടിക്കണില്ല, തീറ്റി എടുക്കണില്ല. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പം ഡോക്ടർ പറഞ്ഞു പശുവിനെ മാറ്റിക്കെട്ട. അപ്പം മാറ്റിക്കെട്ടി 1 ദിവസം മരിക്കുകയും ചെയ്തു. വേറെ ഒരു പശുവിന് ഇത്തിരി മാന്തൽ എത്തിയിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അത് ഇന്നിപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചു. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേർന്നു. സച്ചിൻ, വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് പശു ചത്തത്. പ്രധാനമായും ജൂലൈ 27-ന് രാത്രിയോടുകൂടിയാണ് തൊഴുത്തിൽ കയറി തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമായും 2 വലിയ പശുക്കളും അതിൻ്റെ കുട്ടികളുമാണ് ഈ തൊഴുത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു പശുവാണ് നിലവിൽ ചത്തിരിക്കുന്നത്. കഴിഞ്ഞ 27-ന് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ വെറ്റിനറി ഡോക്ടറെ വിവരമറിയിക്കുകയും തുടർന്ന് ഡോക്ടർ എത്തി പേവിഷബാധക്കെതിരെയുള്ള മരുന്നുകൾ നൽകിയിരുന്നു. എന്നാൽ ഇന്ന്, അതായത് 2 ദിവസം മുൻപാണ് ഒരു പേവിഷബാധ ലക്ഷണങ്ങൾ പശുവിന് കണ്ടത്. തുടർന്ന് വീണ്ടും വെറ്റിനറി ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. അപ്പോഴാണ് പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയാണ് കുടുംബമുള്ളത്. കാരണം മറ്റു പശുക്കളെയും തെരുവുനായുടെ ആക്രമണം, മറ്റു പശുക്കൾക്ക് നേരെയും തെരുവുനായുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ വാണിയംകുളത്തും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തെരുവുനായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും ആടുകളെയും അതേപോലെ തന്നെ പശുക്കളെയെല്ലാം വളർത്തി ഉപജീവന മാർഗം നടത്തുന്ന കുടുംബങ്ങളെയാണ് ഏറെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. സേതു. ഓക്കെ, ശരി സച്ചിൻ, ശരി.